അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല. സ്ഥിരമായ താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന പഴയ ചൊല്ലിനെ അനർത്ഥമാക്കുന്ന നാടകീയ മാറ്റങ്ങൾക്കാണ് ദക്ഷിണേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാബാദിലെ ഒരു ഷിയ പള്ളിയിലുണ്ടായ ദാരുണമായ ചാവേർ ആക്രമണവും അതിനോടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണവും കേവലം ഒരു തന്ത്രപരമായ അനുശോചനത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. പരമ്പരാഗതമായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തായി കണക്കാക്കപ്പെട്ടിരുന്ന റഷ്യ ഇപ്പോൾ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നുവോ എന്ന ചോദ്യം ശക്തമായി ഉയരുകയാണ്. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അടുത്തിടെ രൂപപ്പെട്ട വ്യാപാര കരാറും അതിനെ തുടർന്ന് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ വരുത്തിയ മാറ്റങ്ങളുമാണ്. ഈ വിഷയത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിൽ വെള്ളിയാഴ്ച നടന്ന ചാവേർ ആക്രമണം മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. 31ലധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞ 160ലധികം പേർക്ക് പരിക്കേറ്റ ഈ സംഭവം പാകിസ്ഥാനെ മാത്രമല്ല ലോകത്തെ ആകെ ഞെട്ടിച്ചു. മതപരമായ ചടങ്ങുകൾക്കിടയിൽ നടന്ന ഈ ക്രൂരകൃത്യത്തെ ലോക നേതാക്കൾ ഒന്നടങ്കം അപലപിച്ചു. എന്നാൽ ഈ ദുരന്തമുഖത്ത് ഏറ്റവും ശ്രദ്ധേയമായ നീക്കം നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനും അയച്ച സന്ദേശത്തിൽ പുടിൻ ഈ ആക്രമണത്തെ പ്രാകൃതമെന്നും മനുഷ്യത്വ വിരുദ്ധം എന്നുമാണ് വിശേഷിപ്പിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം പരിക്കേറ്റവർക്ക് വേഗത്തിൽ രോഗമുക്തി നേടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാക്കുകൾക്കപ്പുറം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാന് റഷ്യയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതാണ് നയതന്ത്രജ്ഞരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സുരക്ഷാ കാര്യങ്ങളിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും പാകിസ്ഥാനുമായി സഹകരിക്കാനുള്ള റഷ്യയുടെ താൽപ്പര്യം ഈ സന്ദേശത്തിൽ വ്യക്തമായിരുന്നു. ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ വീണ്ടും വലുതായിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ വിദേശ കരങ്ങളുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആരോപിച്ചപ്പോൾ അത് പരോക്ഷമായി ഇന്ത്യയെ ഉന്നം വെച്ചാണെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഇന്ത്യ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും അസംബന്ധമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇത്തരമൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ റഷ്യ പാകിസ്ഥാന് പിന്തുണയുമായി എത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവകരമായ ഒരു വിഷയമാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയായിരുന്ന റഷ്യ ഇപ്പോൾ പാകിസ്ഥാനുമായി അടുക്കുന്നത് ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം പെട്ടെന്നുള്ള ഈ റഷ്യൻ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നതാണ്. ഇതിൻ്റെ ഉത്തരം തേടിപ്പോകുമ്പോൾ നാം ചെന്നെത്തുക ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിലേക്കാണ്. വ്യാപാര തീരുവകളെ ചൊല്ലി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. $500 ബില്യൺ ഇറക്കുമതി പ്രതിബദ്ധതയോടെ ഇന്ത്യ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഔദ്യോഗികമായി ഒപ്പിട്ടപ്പോൾ അത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ നിഴൽ വീഴ്ത്തി. പ്രത്യേകിച്ചും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്ന അമേരിക്കൻ നിബന്ധന ഈ മാറ്റത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് മേൽ അധിക നികുതികൾ ചുമത്തപ്പെടും എന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക തിരിച്ചടിയാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വമ്പൻ വിപണികളായിരുന്നു. എന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഇന്ത്യ റഷ്യൻ എണ്ണയിൽ നിന്ന് അകലാൻ തുടങ്ങിയതോടെ റഷ്യയ്ക്ക് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടത് അനിവാര്യമായി മാറി. ഇവിടെയാണ് പാകിസ്ഥാൻ റഷ്യയ്ക്ക് മുന്നിൽ ഒരു സാധ്യതയായി തെളിയുന്നത്. ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ കുറഞ്ഞ നിരക്കിൽ എണ്ണയും പ്രകൃതിവാതകവും ലഭിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകം തന്നെ റഷ്യൻ ക്രൂഡ് ഓയിലും LNGയും വാങ്ങുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ പാകിസ്ഥാൻ ഒപ്പുവെക്കുകയും ദീർഘകാല കരാറുകൾക്കുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അമേരിക്കയുമായി ചേർന്ന് പ്രതിരോധ മേഖലയിലും നിർമ്മിത ബുദ്ധി തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും സഹകരണം ശക്തമാക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി റഷ്യയെ ആശ്രയിക്കുന്നത് കുറയുകയും പകരം അമേരിക്കൻ സാങ്കേതിക വിദ്യകളിലേക്ക് മാറുകയും ചെയ്യുന്നത് റഷ്യൻ ആയുധ വിപണിയെ ബാധിക്കുന്നു. ഈ ശൂന്യത നികത്താനും ദക്ഷിണേഷ്യയിൽ തങ്ങൾക്ക് മറ്റൊരു ശക്തമായ പങ്കാളിയുണ്ടെന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കാനും പാകിസ്ഥാനുമായുള്ള അടുപ്പം റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള റഷ്യയുടെ ഈ ചുവടുമാറ്റം ന്യൂഡൽഹിക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശമാണ്. തങ്ങളെ മാറ്റി നിർത്തി അമേരിക്കയുമായി അടുക്കുമ്പോൾ മേഖലയിൽ ഇന്ത്യയുടെ പരമ്പരാഗത എതിരാളിയായ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് തിരിച്ചടിക്കാനും തങ്ങൾക്ക് മടിയില്ലെന്ന് റഷ്യ ഇതിലൂടെ തെളിയിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ ശീതയുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയനോടും പാകിസ്ഥാൻ അമേരിക്കയോടും ചേർന്ന് നിന്ന പാരമ്പര്യമാണുള്ളത്. എന്നാൽ ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ പഴയ സമവാക്യങ്ങളെ തിരുത്തിക്കുറിക്കുകയാണ്. അമേരിക്ക ഇന്ത്യയുമായി കൂടുതൽ അടുക്കുമ്പോൾ സ്വാഭാവികമായും റഷ്യ പുതിയ സഖ്യങ്ങൾ തേടുന്നു.
ചൈനയുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ശക്തമായ ബന്ധം കൂടി കണക്കിലെടുക്കുമ്പോൾ റഷ്യ, ചൈന, പാകിസ്ഥാൻ എന്ന പുതിയൊരു ത്രികോണ സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇത് ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ഈ അടുപ്പം അവർക്ക് വലിയൊരു ആശ്വാസമാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവർക്ക് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഊർജം ജീവവായു പോലെയാണ്. കൂടാതെ അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തെ മറികടക്കാൻ റഷ്യയെപ്പോലൊരു വൻ ശക്തിയുടെ പിന്തുണ അവർക്ക് ആവശ്യവുമാണ്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ റഷ്യയുടെ സഹായം ലഭിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നടത്തിവരുന്ന നീക്കങ്ങൾക്ക് റഷ്യയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാട് തടസ്സമായേക്കാം. ഇന്ത്യ-US വ്യാപാര കരാർ കേവലം സാമ്പത്തിക ലാഭനഷ്ടങ്ങളുടെ കണക്ക് മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ചേരിതിരിവുകളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുകയാണ്. ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടി അമേരിക്കയുമായി കൈകോർക്കുമ്പോൾ അത് റഷ്യയെ പാകിസ്ഥാന്റെ തൊഴുത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ ബന്ധങ്ങൾ എങ്ങനെ വികസിക്കും എന്നത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. റഷ്യ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നത് ഇന്ത്യ-റഷ്യ ബന്ധത്തെ പൂർണ്ണമായും തകർക്കുമോ അതോ ഇതൊരു താൽക്കാലിക സമ്മർദ്ദനന്തം മാത്രമാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇസ്ലാമാബാദിലെ സ്ഫോടനവും അതിനോടുള്ള പ്രതികരണങ്ങളും ലോകരാഷ്ട്രീയത്തിലെ മാറുന്ന മുഖങ്ങളുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.